സാധാരണ ബ്രാസിന്റെ പ്ലേറ്റിന്റെ ഫോട്ടോ വളരെ തിരിശേഷിപ്പ് എന്ന് പറയുന്ന പള്ളി പോയാൽ പള്ളി മാപ്രാണം പള്ളിയിലെ വിശുദ്ധമായിട്ടുള്ള അമൂല്യമായ തിരിശേഷിപ്പുകൾ നഷ്ടപ്പെട്ട സംഭവം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഗവൺമെൻറ് കാണുന്നത്. അവിടെ അത് സംബന്ധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഞാനും മന്ത്രി ജോസ് തെറ്റയിലും മറ്റ് MLA-മാരും എല്ലാം കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബിഷപ്പുമായി പള്ളിയിലുള്ള മറ്റ് അധികൃതന്മാരുമായും ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് സ്ഥിതിഗതികൾ മനസ്സിലാക്കിയുണ്ടായി. ഇത് സംബന്ധിച്ച് ഇന്നലെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരിശേഷിപ്പുകൾ വീണ്ടെടുക്കാനും ഇത് സംഭവം ചെയ്ത ആളുകളെ പിടികൂടാൻ വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംശയകരമായ നിലയിൽ പള്ളിയിൽ വന്നു എന്ന് കരുതുന്ന ആളുകളെ ഇന്നലെ തന്നെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരെ വിവിധ തരത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുക്കുകയുണ്ട്. മറ്റുള്ള തരത്തിലുള്ള അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്ടിൻ്റെ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ വിധത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നതിനുള്ള നടപടികൾ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തൃശ്ശൂർ SP ദിനേശിൻ്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ASP വിമലാദിത്യൻ IPS-ൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുവാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ ASP-യുടെ കീഴിൽ 2 CI-മാരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ടെമ്പിൾ സ്ക്വാഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലീസുകാരെ ഈ സ്ക്വാഡിൻ്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തുവാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ ഇന്നലെ തന്നെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിനും പോലീസിനും സാധ്യമാകുന്ന എല്ലാ നടപടികളും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നതായിരുന്നു. ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ പ്രവർത്തികൾ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് പോലും ദൂരം പിടിക്കപ്പെട്ടിട്ടുണ്ട്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ അന്വേഷിക്കുന്ന ആളെ പിടികൂടുന്നതിൽ പലപ്പോഴും കാലതാമസമുണ്ടാകുന്നു. തൃപ്പയാറുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സ്ക്വാഡ് ആ സംഭവം പിടികൂടാൻ സാധിച്ചിട്ടില്ലെങ്കിലും മറ്റ് ധാരാളം ക്ഷേത്രമോഷണങ്ങളെ സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ ആ സ്ക്വാഡ് രൂപീകരിച്ചതിന് ശേഷം സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് പ്രത്യേകമായിട്ട് സ്ക്വാഡ് തന്നെ രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് സംഭവം നടന്നത്. മറ്റു തരത്തിൽ സാധ്യമാകുന്ന എല്ലാ നടപടികളും ഈ കാര്യത്തിൽ സ്വീകരിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കിയില്ലെന്ന് ഇന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. KPC പ്രസിഡന്റും അത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ചത് പോലീസിന്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന്.